ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ എന്നോട് ഞാൻ കയറി ചെന്ന സമയത്ത് എന്നോട് വളരെ സ്വീകരിച്ച് എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഏർവാടി ഇബ്രാഹിം ബാഷ തങ്ങളെ ഹദറത്തിൽ ഒന്ന് പോകണം. വലിയ മഹാന്മാരാണ് അവിടെ കിടക്കുന്നത്. ആ മണ്ണിൽ ചവിട്ടാൻ തന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു കാല് ഞാൻ കാറിൽ നിന്നും ഒരു കാല് കാറിൽ പുറത്തും വെച്ച് നിന്നവരാണ്. എന്നിട്ട് എനിക്ക് അവിടെ ചവിട്ടാൻ തന്നെ എനിക്ക് ധൈര്യം വന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സിയാറത്ത് ചെയ്തു പോകുന്ന ആളാണ് ഞാൻ എന്ന് ഷെയ്ഖുന സിയം വലിയുള്ളാഹി എന്നെ എന്നോട് പറഞ്ഞതും എനിക്കറിയാം. അങ്ങനത്തെ ഷെയ്ഖുന സിയം വലിയുള്ള ഒരിക്കൽ എന്നോട് രാത്രി മഗ്‌രിബിൻ്റെ ശേഷം ഞാൻ മഗ്‌രിബ് നിസ്കാരം ഷെയ്ഖിൻ്റെ പള്ളിയിൽ നിസ്കരിച്ചു. നേരിട്ട് അവിടെ ചെന്ന സമയത്ത് സിയം വലിയുള്ളാഹി എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഏർവാടി പോകണം. ഷെയ്ഖുനാൻ്റെ വാക്കുകൾ തന്നെ അത് പ്രത്യേക വാക്കാണ്. അത് കേട്ടാൽ തന്നെ ഒരു രോഗമുണ്ടെങ്കിൽ, തലവേദന ഉണ്ടെങ്കിൽ ആര് വന്നാലും ആ വേദന ഇനി വേണ്ട, അത് ഞാൻ മാറ്റിയിരിക്കുന്നു എന്നവർ പറയുക. അങ്ങനെ ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും അത് എന്താണ് ഞാൻ മാറ്റിയിരിക്കുന്നവർ, അവർ അള്ളാഹു ആണോ എന്നാണ് ചിന്തിക്കുക. അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു ഒരുപാട് പദവികൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാം അറിയാൻ കഴിയും. ആ സമയത്ത് അത് അവരെ കൽബിൽ അവർ അള്ളാനെ ഓർത്തുകൊണ്ടാണ് അവർ പറയുന്നത്. കൽബിൽ അത് വെച്ചുകൊണ്ടാണ് എല്ലാം മാറ്റുന്നുവെന്ന് റബ്ബാണോ എന്ന് അവർ കൽബിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു, ആ രോഗം ഇനി വേണ്ട, ക്യാൻസർ ഇനി വേണ്ട, ഇങ്ങനെ ഒരുപാട് പറഞ്ഞതായിരിക്കുന്നത് എനിക്ക് തന്നെ എൻ്റെ അറിവിൽ ഒരുപാട് അനുഭവങ്ങൾ പല ആൾക്കാർ പറഞ്ഞതും നേരിട്ട് കേട്ടതും എനിക്ക് അനുഭവമുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അള്ളാഹു പിന്നെ ഇത് ഏർവാടി ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഇൻഷാ അല്ലാഹ് ഏർവാടി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏർവാടിക്ക് പോകാൻ വേണ്ടി കോഴിക്കോട് ബസ് സ്റ്റാൻഡിലുണ്ട്, ബസ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വെച്ചു. ഞാൻ ചോദിച്ചു, ഇപ്പോഴാണോ പോകുന്നത്? എൻ്റെ കയ്യിൽ അന്നൊന്നും അങ്ങനെ പൈസയുമില്ല. അങ്ങനെ ആ സമയത്ത് എന്നോട് പറഞ്ഞു, പോയിക്കോളൂ, ഞാൻ നിങ്ങളെ കൂടെയുണ്ടെന്ന്. അങ്ങനെ സമ്മതം തന്ന് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയ സമയത്ത് അവിടെ ഉണ്ട് ഒരു ബസ്, തമിഴ്നാടിൻ്റെ ഒരു ബസ് അവിടെ കിടപ്പുണ്ട്. ആ ബസ്സിൽ കയറി, ആ ബസ് മധുര വരെ പോകും. അങ്ങനെ അതിൽ കയറി മധുരക്ക് പോയി. ഞാൻ മധുര എത്തുന്നവരെ എന്നോട് ഒരു 5 പൈസ അവിടുന്ന് ആ ബസ്സിന് കണ്ടക്ടർ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ തന്നെ എടുത്തു കൊടുക്കാൻ എൻ്റെ കീസെ പൈസയില്ല, എൻ്റെ കീസെ പണമില്ല അങ്ങനെ എടുത്തു കൊടുക്കാൻ. ആ നിലക്കാണ് പോയത്. അങ്ങനെ പോയിട്ട് മധുരയിലെത്തിയപ്പം 3:30 കഴിഞ്ഞിരിക്കുന്നു. രാത്രി 3:30 നേരം വിളിക്കുന്ന 3:30 ആയപ്പോൾ ഞാനവിടെ എത്തിക്കഴിഞ്ഞ് മധുരയിലെത്തി. എങ്ങനെയാണ് പോകേണ്ടത്, ഇതിലാ പോകേണ്ടതെന്നൊന്നും എനിക്ക് ഓർക്കണം. ഫസ്റ്റിലാണല്ലോ പോകുന്നത്, ഷെയ്ഖുനുണ്ടല്ലോ എൻ്റെ കൂടെ, അതൊരു ധൈര്യം എനിക്ക്. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് പെട്ടെന്ന് സൈക്കിൾ വണ്ടിക്കാർ വന്നിട്ട് അവിടെ നിർത്തി എന്നോട് പറഞ്ഞ്, പിന്നെ നിങ്ങൾ വരി. ഞാൻ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പെണ്ണിൽ ഷെയ്ഖുന സിയം വലിയുള്ളാഹി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ റഷ്യയിലേക്ക് ഇതിലേക്ക് കയറിക്കോളൂ, ഈ വണ്ടിയിലേക്ക് കയറി, സൈക്കിൾ വണ്ടിയിലേക്ക് കയറി. ഞാൻ നിങ്ങൾ മടവൂർക്ക് ഏർവാടി ഇബ്രാഹിം ബാഷൻ്റെ ഹദറത്തിലേക്ക് പോകേണ്ട ആളല്ലേ, നിങ്ങൾക്ക് ഇപ്പം ബസ്സില്ല, രാവിലെ അടുത്ത സ്റ്റാൻഡിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന ബസ്സുണ്ട്, അതിൽ ഞാൻ നിങ്ങളെ കയറ്റിത്തരാം. അതുകൊണ്ട് നിങ്ങൾ അതുവരെ നിങ്ങളിവിടെ വിശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അടുത്ത ഒരു പള്ളിയിലാക്കി തന്നു. ആ പള്ളിയിൽ അവരെന്നെ കൊണ്ടുപോയി ആക്കി. അതിൻ്റെ മുമ്പായിട്ട് ഒരു ചായയും ചെറിയൊരു കടിയും അവിടെ നിന്ന് വാങ്ങി തന്നു. അതെന്തോ പഴംപൊരിയോ അങ്ങനെ എന്തോന്നാ അന്നാ സമയത്ത് എനിക്ക് അറിയാം. അത് കഴിഞ്ഞ് ആ പള്ളിയിൽ കൊണ്ടുവന്ന് അവിടെ ആക്കി. ഞാൻ അവിടെ പള്ളിയിലിരുന്ന് സുബൈ വാങ്ങിക്കൊടുത്തതിൻ്റെ ശേഷം അവിടുന്ന് സുബൈ നിസ്കരിച്ച് സുബൈസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ഈ ആൾ വീണ്ടും വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ കൂട്ടി വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ സൈക്കിൾ വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരുപാട് പോയിട്ടുണ്ട്. കുറേ അങ്ങ് പോയിട്ട് മറ്റുള്ളൊരു സ്റ്റാൻഡിൽ പോയിട്ട് സ്റ്റാൻഡിനുള്ളിൽ കൊണ്ടുപോയി ആ ഒരു ബസ്സിൻ്റെ അകത്ത് കയറ്റി അവിടെ ഇരുത്തി. എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഏർവാടി ചെല്ലുമ്പോൾ ഇബ്രാഹിം ബാഷാക്ക് എൻ്റെ സലാം പറയണം എന്ന് സലാം പറയാനും ഇവിടെ ഏൽപ്പിച്ചു. അങ്ങനെ ആ ബസ്സിൽ എന്നോട് പറഞ്ഞു, ഇതിൽ നിങ്ങൾ ഏർവാടി ദർഗയിലെത്തിയിട്ട് ഇറങ്ങിയാൽ മതി, എൻ്റെ അടുക്ക് നിങ്ങൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല, ഇത് ദർഗ വരെ പോണ ബസ്സാണ് എന്നും പറഞ്ഞ് അതിൽ കയറ്റി തന്നു. ഇന്ന് ആ ബസ് കയറി അതിലിരുന്നിട്ടും ഞാൻ ഏർവാടി ഇബ്രാഹിം ബാഷാ തങ്ങളെ ഹദറത്തിൽ ആ ദർഗൻ്റെ അടുത്ത് എത്തുന്നവരേക്കും എന്നോടൊരു 10 പൈസ കണ്ടക്ടർ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. അതൊക്കെ എനിക്ക് അനുഭവമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹദറത്തിലെത്തി കുത്തുബ് സുൽത്താൻ ഇബ്രാഹിം ബാഷാ തങ്ങളെ ഹദറത്തിൽ ചെന്ന് സലാം പറഞ്ഞ് ഞാൻ പറഞ്ഞ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സിയം വലിയുള്ളാഹി അയച്ചതാണ് ഇങ്ങോട്ട്, അങ്ങനെ ഞാൻ ഇവിടേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ് ഷെയ്ഖുനാനെ ഞാൻ മുൻനിർത്തി അവിടുന്ന് പിന്നെ ബഹുമാനപ്പെട്ടവർക്ക് സയ്യിദ് അവർക്ക് സലാം പറഞ്ഞു. അങ്ങനെ സലാം
മടക്കുന്നതായിട്ട് തന്നെ എനിക്ക് ഒരു അറിവിങ്ങനെ കേട്ട പോലെ എനിക്ക് തോന്നിക്കുന്ന ആ സമയത്ത്. അത്രയും ഞാൻ ഏർവാടി ബന്ധമുള്ള ആളാണ്. അതൊക്കെ എല്ലാ ബന്ധവും എനിക്ക് വന്നത് ഷെയ്ഖുനാലിൽ കൂടാണ്. മടവൂർ CM വലിയുള്ളാഹിയാണ് എൻ്റെ എല്ലാത്തിൻ്റെയും വഴിയും, എൻ്റെ എല്ലാം ഷെയ്ഖ് എന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഇബ്രാഹിം ബാഷ തങ്ങളെ ഹദറത്തിൻ്റെ സിയാറത്ത് കഴിഞ്ഞ് അബൂ താഹിർ അബ്ബാസ് മന്ദിരെ ഹക്കീം ഡോക്ടർ എല്ലാവരും ഹദറത്തിനും പോയി സിയാറത്ത് ചെയ്ത് ഹക്കീം ഡോക്ടർ ആ ഭാഗത്ത് ഞാൻ ഒരു മുണ്ട് പിരിച്ചിങ്ങനെ അസറിൻ്റെ സമയത്ത് കിടന്ന് ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ കണ്ണ് മാളിയ സമയത്ത് അസർ വാങ്ങിക്കൊടുത്തപ്പോൾ പെട്ടെന്ന് അറിഞ്ഞില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ CM വലിയുള്ളാഹി വന്നിട്ട് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നിസ്കാരത്തിൻ്റെ സമയം പള്ളിയിൽ പോകണമെന്ന്. ഇത് പറയുന്നത് CM വലിയുള്ളാഹിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരാണ് ഷെയ്ഖുനാ CM വലിയുള്ളാഹി എന്ന് നാം മനസ്സിലാക്കണം. അത് ഷെയ്ഖുനാനെ പറ്റി ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഷെയ്ഖുനാലിലേക്ക് അങ്ങ് നമ്മൾ അടുക്കണം. അത് അവർക്ക് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തിട്ട് അങ്ങ് അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഷെയ്ഖുനെ ഇങ്ങോട്ട് അടുക്കുമ്പോൾ നമുക്ക് ആ റൂട്ടുകൾ ഇങ്ങനെ തുറന്നു തരും. ആ റൂട്ടിൽ കൂടെ അങ്ങനെ കടന്ന് പോയി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഇല്ലല്ലാഹ്, ഹൂ എന്ന ദിക്റിലൊക്കെ അങ്ങനെ കടന്ന് അങ്ങനെ പോയിട്ട് നമ്മൾ ഖൽബായിട്ട് തുറക്കണം. കൽബ് തുറക്കാതെ ജിന്നിനെയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ഏകദേശം ഞാൻ കണ്ടിടത്തോളം വലിയ ആൾക്കാരൊക്കെ കാണാം. ഏകദേശം ആരെ കൊണ്ട് ചിന്തിച്ച് നോക്കി നമ്മൾ കാണുന്ന അവരത്തെ ജിന്നാണ്, ഷേവാണ്. ഇതൊക്കെ കൊണ്ടുനടന്ന് നാളെ നമ്മളെ വഴി തെറ്റിപ്പോവും. ലാസ്റ്റ് മരിക്കുന്ന നേരം ഈമാൻ കിട്ടാതെ മരിക്കുന്ന അവസ്ഥ വരും. അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് മഹാനായിരിക്കുന്ന ഷെയ്ഖുനാ CM വലിയുള്ളാഹി പോലെ മഹാന്മാരെ നമ്മൾ പ്രത്യേകം അവരെ തുടർന്ന് അവരെ പൊരുത്തം അവരെ കുരുത്തം അത് കിട്ടാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മടവൂർ തന്നെ ബഹുമാനപ്പെട്ടവർ ഉള്ള കാലത്ത് അതിൻ്റെ അടുത്ത് അന്നൊക്കെ ഫുള്ള് അവിടെ പാടം വയലിനെ. അത് അന്ന് ഇന്നത്തെ മാതിരി ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഷെയ്ഖുനാ കോഴിക്കോട് കിടക്കുന്ന സമയത്ത് തന്നെ ഒന്ന് CM വലിയുള്ളാഹി അവിടെയുള്ള ഒരാളോട് ഇന്നും ആളുണ്ട് അവിടെ, അവരോട് പറഞ്ഞു. പിന്നെ അവർ മോളെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ സ്ഥലം വിൽക്കാൻ പുറപ്പെട്ടവൻ പറഞ്ഞു, ആ സ്ഥലം വിൽക്കണ്ട, ഞാൻ അവിടേക്ക് വരികയാണോ, ഞാൻ അവിടേക്ക് വരികയാണ്, അത് വിൽക്കണ്ടെന്നും പറഞ്ഞു ആ സമയത്ത്. അങ്ങനെ അത് വിൽക്കാതെ തന്നെ അവർക്ക് പെട്ടെന്നൊരു വഴി ഉണ്ടായി. ആ കുട്ടിനെ കെട്ടിക്കാൻ പണം ഒരു വഴി പെട്ടെന്ന് തുറന്ന് ആ കുട്ടീനെ വളരെ റാഹത്തായിട്ട് അവർക്ക് കെട്ടിക്കുകയും ചെയ്തു. ഇന്ന് ആ സ്ഥലത്ത് ഇന്ന് അവർക്ക് അള്ളാഹു ഒരു കഴിവ് തുറന്നു കൊടുത്ത് അവിടെ നിന്ന് പീഡിയ ബിൽഡിങ് വന്നതായിട്ട് ഞാൻ അവിടെ കാണുന്നത്. അതൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ ഒരു കറാമത്താണ് എന്ന് ഞാൻ പ്രത്യേകം മനസ്സിലാക്കണം. ആ ഭാഗം നമ്മൾ പ്രത്യേകം ഷെയ്ഖുനാനിൽ ചിന്തിക്കണം. ഇതുപോലത്തെ ഒരു മഹാൻ അടുത്ത കാലത്തൊന്നും ആരും കണ്ടിട്ടില്ല. അത്രയും സ്ഥാനത്തെത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി. അത് നാം എപ്പോഴും മനസ്സിലാക്കണം. അവരെ തന്നെ പിൻപറ്റിയാൽ നമുക്ക് നേരെ നല്ല വഴിയിലേക്ക് നമുക്ക് കടന്നെത്താൻ പറ്റും. ഹബീബായ നബി തങ്ങളോട് അങ്ങേയറ്റം ഹുബ്ബ് വെച്ച ആളുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ CM വലിയുള്ളാഹി. അതിൽ കൂടെ മറ്റുള്ള എല്ലാ വഴികളും ഷെയ്ഖുനാക്കടെ തുറന്നു. അതുപോലെ തന്നെ സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ അങ്ങേയറ്റ ഹുബ്ബ് വെച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്ത്, റസൂലുള്ളാഹിന്റെ സ്നേഹത്തിലുള്ള മഹബത്ത്, അത് നമ്മൾക്ക് ഖൽബിൽ നമുക്ക് നല്ലോണം വേണം. അള്ളാഹിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് നല്ലോണം നമുക്ക് കിട്ടണം. ഹബീബിലേക്ക് നല്ലോണം എടുക്കണം. സലാത്ത് കൊണ്ട് ഒരുപാട് സലാത്ത് നല്ലോണം പതിവാക്കി ഹബീബായ നിബിധങ്ങളിലേക്ക് നാം സലാത്ത് കൊണ്ട് തന്നെ എടുക്കുക. സലാത്ത് ചൊല്ലുക, പരിശുദ്ധ ഖുർആൻ ഓതുക. ഇങ്ങനെ 5 വക്ത് നിസ്കാരം കളാതെ കയ്യുന്ന ആ സമയത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക. ആ രൂപത്തിൽ നമ്മൾ അങ്ങ് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വഴികളും അള്ളാഹു തന്നെ തുറന്നു തരും. നാവിനെയും കണ്ണിനെയും നാം സൂക്ഷിക്കുക. ഈ നിലക്ക് ബഹുമാനപ്പെട്ട ഹബീബിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹബീബിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ പ്രകാശം അത് നമ്മളിലേക്ക് അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് അടുത്ത് വരും, അതങ്ങനെ വരും. ആ പ്രകാശം അത് നമ്മൾ ഖൽബിലേക്ക് വന്ന് അടിക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഖൽബിന് റാഹത്ത് വരും, ശാന്തി കിട്ടും, സമാധാനം കിട്ടും, റാഹത്ത് കിട്ടും. അപ്പോൾ മഹാന്മാരായിരിക്കുന്ന ഷെയ്ഖുനാ CM വലിയുള്ളാഹി പോലെ ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരാരാണ്, അവരുടെ പോയ റൂട്ടൊക്കെ നമുക്ക് തന്നെ അറിയാനൊരു കഴിവ് അള്ളാഹു തന്നെ തുറന്നു വരും. അതിനുവേണ്ടി 5 വക്ത് നിസ്കാരം നിലനിർത്തുക. പ്രത്യേകം തിങ്കളാഴ്ച രാവിലെ വ്യാഴാഴ്ച രാവിലെ ഒക്കെ ഉള്ള പ്രത്യേകം നോമ്പുകൾ അത് വളരെ റാഹത്താണ്. അത് നമ്മൾ നിലനിർത്തുന്നത്. അതുപോലെ 13, 14, 15 നോമ്പ് എടുക്കുക. ഇങ്ങനെ നോമ്പുകൾ എടുത്തിട്ടും ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ
കൂടുതലും അള്ളാഹുവിലേക്ക് അടുക്കുക. എന്നാൽ ശരിക്കും അള്ളാഹുവിലേക്ക് തന്നെ നമ്മൾ അടുക്കാനാണ് നോക്കേണ്ടത്. അത് ഹബീബായ നബി തങ്ങളെ മുൻനിർത്തി കൂടുതൽ ഈ മഹാന്മാരായിരിക്കുന്ന എല്ലാ ഷെയ്ഖുന സയ്യം വലിയുല്ലാഹി ഔസുല്ലാഹും ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, റിഫായി ഷെയ്ഖ് തങ്ങൾ, അതുപോലെ അജ്മീർ തപ്പാബ, ഏർവാട് ഇബ്രാഹിം ബാഷ തങ്ങൾ, ഉള്ളാളത്തെ ഉപ്പാപ്പ, അങ്ങനെ ഇവരൊക്കെ മുൻനിർത്തി നമ്മൾ അങ്ങോട്ട് അള്ളാഹുവിലേക്ക് ഇവരൊക്കെ മുൻനിർത്തി റബ്ബിനോട് നല്ലോണം ഖൽബ് കൊടുത്ത് തേടുക. ഈ മഹാന്മാരൊക്കെ പടച്ചോനെ നീയാണല്ലോ സ്ഥാനത്തേക്ക് എത്തിച്ചത്, അപ്പോൾ അവരൊരു പൊരുത്തം ഞങ്ങൾക്കും നീ എത്തിച്ചു തരണേ, അവർക്കൊക്കെ നീ കാണിച്ചു തന്ന ആ വഴി ഞങ്ങൾക്കും നീ ആ വഴിയിലേക്ക് ആ റൂട്ടിലേക്ക് കയറ്റിത്തരണേ എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. പിന്നെ ബഹുമാനപ്പെട്ട മടവൂരൊക്കെ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കുത്തുബിയത്ത്, അതിലെല്ലാവരും പങ്കെടുക്കുക. അവരെ വീട്ടിൽ നടത്തുന്ന സദസ്സിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അത് വലിയ സദസ്സാണ്. അതിൽ തന്നെ ആ സദസ്സിൽ തന്നെ ബഹുമാനപ്പെട്ടവർ ഹാളിറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങളെ നമ്മൾ മുൻനിർത്തി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൂടുതൽ ഹുബ്ബ് വെച്ച് ഹബീബിലേക്ക് അങ്ങ് അടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആരാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി. ഷെയ്ഖുന സി എം വലിയുല്ലാഹി അങ്ങേയറ്റ അടുത്ത മഹാനാണ് അരിലേക്ക് ഹബീബിലേക്ക്. അവരെ കണ്ടിടത്തോളം എൻ്റെ അറിവിൽ ഞാൻ കണ്ടിടത്തോളം എനിക്ക് കൂടുതലും മനസ്സിലാകുന്നത് ഹബീബിലേക്ക് കൂടുതൽ ഹുബ്ബ് വെച്ച് ഖൽബ് റസൂലുള്ളാഹിലേക്ക് കൊടുത്തിട്ടാണ് അടുത്തത്. എന്നിട്ട് ഹബീബിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ടവർക്ക് എങ്ങനെ ഓരോ ഈ ദിക്റുകളായിട്ട് ബഹുമാനപ്പെട്ടവർ തന്നെ ഹബീബായ നബി തങ്ങൾ തന്നെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കശ്ഫ് തന്നെ കിട്ടിയതായിരിക്കും. ഒരുപാട് അറിവ് കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി. അതിൽ നിന്നിട്ടുള്ള ദിക്റുകളും ബഹുമാനപ്പെട്ടവർ ആ ദിക്റുകളും ചൊല്ലി ഓരോരോ ദിക്റും ചൊല്ലി സ്ഥാനത്തേക്ക് എത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി. ത്യാഗങ്ങൾ സഹിച്ചിട്ട് നോമ്പുകൾ പിടിച്ചിട്ട് ഈത്തപ്പഴക്കത്തുനിന്ന് നോമ്പ് നോൽക്കും. അങ്ങനെയൊക്കെ 3 കൊല്ലമൊക്കെ തുടരായിട്ട് നോമ്പ് പിടിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ. ഈത്തപ്പഴം കഴിച്ച് അതിനോടുകൂടെ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നമ്മളെ മാതിരി ഭക്ഷണം നിറച്ചും നേരം വെള്ളം അറച്ചും തിന്ന് പിന്നെ നോമ്പ് തുറന്നിട്ടും തിന്നുക, പിന്നെയും തിന്ന് 24 മണിക്കൂർ ഈ ഭക്ഷണം കിട്ടുന്നതൊക്കെ തിന്നുകാനി പള്ള നന്നാക്കി നടക്കുന്ന ഇതല്ലല്ലോ. ഷെയ്ഖുന നേരിട്ട് ഖൽബ് കൊടുക്കുന്ന റബ്ബിലേക്കാണ്. അതാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹ് എന്ന ചിന്തയിലേക്ക് അങ്ങ് എത്തിപ്പോയി. അള്ളാഹിലേക്ക് കടന്നു കിട്ടണമെങ്കിൽ അത് ഹബീബിലേക്ക് ആദ്യം അടുക്കുക. റസൂലുള്ളാഹിനെ മുൻനിർത്തി ആയിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹിൻ്റെ ഹബീബിനെ. അതുപോലെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ കാണുന്നത് ബദരീങ്ങളെ മുൻനിർത്തുക, സഹാബത്തിനെ മുൻനിർത്തുക. അവരൊക്കെ മുൻനിർത്തി റസൂലുള്ളാഹിക്ക് ഇപ്പോൾ ഒരു ഫാത്തിഹ ഓതുമ്പം തന്നെ ആ ഫാത്തിഹ ഓതുന്ന സമയത്ത് തന്നെ ബദരീങ്ങളെ പേരിലും കൂടി ഉൾപ്പെടുത്തുന്നതാണ് അള്ളാഹിൻ്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ആയിരിക്കണം ഫാത്തിഹ ഓതുന്നത്. എന്നതിന് ശേഷം ഔസുല്ലാൻ തങ്ങളെ, റിഫായി ഷെയ്ഖ് തങ്ങളെ, മഹാന്മാരെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യം വലിയുല്ലാഹി ഇങ്ങനത്തെ മഹാന്മാരെ പേരിലൊക്കെ ഓതി അതിയ ചെയ്ത് എന്നിട്ട് ആ സദസ്സിൽ ദിക്റും സലാത്തും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ് ആദ്യം സലാത്ത് കൊണ്ട് തുടങ്ങി അവസാനവും സലാത്ത് കൊണ്ട് അവസാനിക്കുക. ആ നിരക്കായിരിക്കണം നമ്മൾ നടത്തുന്ന മജ്ലിസുകളൊക്കെ. അങ്ങനെ നടത്തിയാൽ ആ മജ്ലിസിൽ നമുക്ക് ശരിക്ക് ഹബീബായ നബി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുല്ലാഹി ശരിക്ക് ഇറങ്ങി വരുന്നത് തന്നെ കാണാൻ കഴിയും. നല്ല പണ്ഡിതന്മാരെ വേഷത്തിൽ ഷെയ്ഖുന ഇറങ്ങുന്നു. അതുപോലെ ഒരുപാട് ഹാലിമീങ്ങൾ മുത്തഹലീമീങ്ങളൊക്കെ കൂട്ടായിട്ട് വരുന്നു. എനിക്കൊരു അനുഭവം കണ്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുല്ലാഹി എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി പിന്നീട് വഫാത്തിൻ്റെ ശേഷമാണ് പിന്നീട് എന്നോട് പറഞ്ഞു, എൻ്റെ വാപ്പനോട് അന്ന് പറഞ്ഞത് ഞാൻ അവർക്ക് അറിയിക്കുന്നൊരു വാക്കുണ്ട്. അതെന്നെപ്പറ്റി പറഞ്ഞ എൻ്റെ വാപ്പനോട്. പിന്നെ എൻ്റെ വാപ്പ ഒക്കെ വഫാത്തായി ഉമ്മപ്പോൾ ഹയാത്തിലുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുല്ലാഹി വഫാത്തായതിന് ശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ടവർ, ഞാൻ കൊടുവള്ളിയുള്ള സമയം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ റൂം കൊണ്ടിടുന്നു. എനിക്ക് കൊടുവള്ളിയിൽ ആ റൂമിൽ ഞാൻ വേറെ ഒരാളെയും കയറ്റലുമില്ല. ആ രൂപത്തിൽ ഞാൻ ആ റൂമിൽ കൊണ്ടിടുന്നത്. ആ റൂമിലേക്ക് ബഹുമാനപ്പെട്ടവർ പെട്ടെന്നൊരു പ്രകാശം ഇങ്ങനെ വന്ന് ആ പ്രകാശം കഴിഞ്ഞതിന് ശേഷം കാണുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഇങ്ങനെ വന്നിട്ട് കൂടെ ഒരുപാട് പണ്ഡിതന്മാരെ ഞാൻ കാണുന്നത്. ഒക്കെ വലിയ വാലുള്ള തലയെക്കെട്ട് കിട്ടിയ ആവേശത്തിലുള്ള പണ്ഡിതന്മാരെ ഞാൻ കണ്ടു. അങ്ങനെ വന്ന് ഒരു നല്ലൊരു പട്ടൊക്കെ പിരിച്ച് ആ സ്ഥലത്ത് ഷെയ്ഖുന ഇരുന്നു, എന്നെ ഇരുത്തി, അപ്പുറത്ത് വേറെ ഒരാളെ ഇരുത്തിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് നിക്കാഹ് സ്വപ്നത്തിൽ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്നതിന് ശേഷം അവിടെ
ഒരു ഉസ്താദ് തന്നെ ഒരു വെള്ളപ്പാല് കളറിൽ വെള്ളം ഇങ്ങനെ എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തോളാം. അതും നിൽക്കാതെ കഴിഞ്ഞതിന് ശേഷം അനുഭവം എനിക്ക്. അതൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഒരു പ്രകാശം, ഒരു മിന്നുന്ന മാതിരി ഒറ്റ പോക്ക്, പിന്നെ ഒന്നും കാണില്ല. പിന്നീട് ഇതേ പ്രകാരം പിന്നെ ഒരിക്കൽ ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ എനിക്ക് കാണിച്ചു തരാണ് മമ്പാട് വലിയ ജാറം എനിക്ക് കാണിച്ചു തന്നു. മമ്പാട് ജാറം ആ ജാറം കാണിച്ചു തന്നു. അതിൻ്റെ അടുത്ത് തൊട്ടൊരു പള്ളിയുണ്ട്, ആ പള്ളി കാണിച്ചു തന്നു. അവിടെ ചെറിയൊരു വീട് കാണിച്ചു തന്നു. ഇതൊക്കെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറയുന്നത് സൗജത്ത് അത് നിങ്ങൾക്കുള്ളതാണ്. വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നലെ എൻ്റെ ഒപ്പമുള്ള എൻ്റെ വൈഫിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അതാണ് സയ്യിദത്ത് ഫാത്തിമ സൽമാ ബീവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു. അത് നിങ്ങളെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കാണുന്ന സമയത്തോ ഞാൻ ഈ സൽമാ ബീവിനെ കാണുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എങ്ങനെയാണ്, ഒരു മുസല്ല വിരിച്ചിട്ട് ചെയ്യും ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കാണില്ല, എവിടെ ഒരു സ്ഥലവും നമ്മൾ കാണില്ല. അത്രയും ഷെറഹയായ ചിട്ടയിൽ ഇരുന്നു കൊണ്ടാണ് ബീവി ഓതുന്നത് ഞാൻ കണ്ടത്. ആ ഓതുന്ന സമയത്ത് കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നു. ആ രൂപത്തിൽ ഓതുന്ന രൂപമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എനിക്ക് വൈഫിനെ കാണിച്ചു തന്നത്. CM വലിയുള്ളാഹിനെ അയാത്തിൽ തീരെ കാണാത്ത ആളാണ് എൻ്റെ വൈഫ് സൽമാ ബീവി. പക്ഷേ ഇന്നും ബഹുമാനപ്പെട്ടവർ വളരെ അടുപ്പും ഷെയ്ഖുന നല്ല ബന്ധുവാണ് എൻ്റെ വൈഫുമായിട്ട്. അയാത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് ഈ കല്യാണം ഉണ്ടാക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി വന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം, മമ്പാട് ചെന്ന് അന്വേഷിച്ചപ്പം എന്നോട് പറയണം, പിന്നെ നിങ്ങളാണ് അഷ്റഫ് തങ്ങൾ എന്ന് ചോദിച്ചു. നിങ്ങൾ ഇന്നലെ എൻ്റെ അടുത്ത് മടവൂര് CM വലിയുള്ളാഹി എൻ്റെ അടുത്ത് വന്നിട്ട് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ വൈഫ് പറയാണ് എന്ന് എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ അറിയാം. വന്നിട്ട് പറഞ്ഞു ഈ മുസാഫ് CM വലിയുള്ളാഹി ഒരു മുസാഫ് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ബീവിൻ്റെ കയ്യിൽ, സൽമാ ബീവിയുടെ കയ്യിൽ കൊടുത്ത് എന്നിട്ട് പറയുന്നത് ഈ മുസാഫ് അഷ്റഫ് തങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഷെയ്ഖുനെ അടുപ്പിക്കുന്നത്. അങ്ങനെയാണ് മമ്പാട് ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ആ മമ്പാട് കിടക്കുന്നതിന് വലിയ മഹാനാണ്. മമ്പറം ഉപ്പാപ്പാൻ്റെ ഹളറത്തിൽ ഉപ്പാപ്പൻ്റെ കൂടെ അവിടുന്ന് ഹളറുമൗത്തുനിന്ന് വന്ന ആളാണ് അവിടെ കിടക്കുന്നത്. മമ്പറം തങ്ങൾ വരുമ്പോൾ അവരും കൂടെ ഉണ്ട്. അവർ കൂടെ വന്നതിന് ശേഷം മമ്പറത്തെ തങ്ങൾ അവരെ കൊണ്ടുപോയിട്ട് മമ്പാർ സയ്യിദ് ഹുസൈൻ ബാഫഖി തങ്ങൾ അവിടെ നിർത്തി തങ്ങൾ മമ്പറത്തേക്ക് പോരുമ്പോൾ പറഞ്ഞ് അവരെ വഫാത്തിൻ്റെ സമയം അവിടെ ഒരാൾ വരും, മയ്യത്ത് കുളിപ്പിക്കാനും മയ്യത്ത് നിസ്കരിക്കാനും. ആ സമയത്ത് അവർ വഫാത്തായപ്പോൾ, മമ്പാടത്തെ ഉപ്പാപ്പ വഫാത്തായപ്പോൾ അവിടെ പിന്നെ വരുന്നത് മമ്പറം തങ്ങളാണ്. മമ്പറത്തപ്പാപ്പ വന്നിട്ടാണ് ആ മയ്യത്ത് കുളിപ്പിക്കുന്നതൊക്കെ. അതിന് മുമ്പ് ആ മയ്യത്ത് എടുത്ത് അത് കൊണ്ടുപോയി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത്, ആ സമയത്ത് ഉപ്പാപ്പ വരുന്നതിന് മുമ്പ് അവർ മയ്യത്ത് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്തു, അവിടെ നിന്ന് വെയിറ്റ് കൂടി പെട്ടെന്ന് ഈ കട്ടിൽ വെയിറ്റ് കൂടിയ മയ്യത്തട്ടിൽ പെട്ടെന്ന് താഴെ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്ന. അപ്പോൾ അന്നത്തെ സമയത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്ത് ഇവർക്ക് ഈ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകണം താല്പര്യമില്ല, അത് അവരെ സ്ഥലത്തിന് മറിയുന്ന ഇഷ്ടമൊന്നും. അങ്ങനെ ഒന്ന് പറഞ്ഞ സമയത്ത് അവിടെ കവറ് കൊയ്ക്കാൻ നോക്കുമ്പോൾ സമയത്താണ് ഇന്നും പോയാൽ മമ്പാട് വലിയ ജാറത്തിൽ ഇന്നും കാണാൻ ഒരു ചൂരൽക്കൊട്ട കാണാൻ പറ്റും. ഒരു പെട്ടി ഇന്നും അവിടെ ഉണ്ട്. ആ പെട്ടി ചാടി വന്നിട്ട് ആ കവറ് കാണിച്ചു, കവറ് കൊയ്ക്കേണ്ട സ്ഥാനം കാണിച്ചു തന്നു. അവിടെയാണ് കവറ് കൊയ്ച്ചതും. ആ സ്ഥലത്താണ് ഇന്ന് മമ്പാട് സയ്യിദ് ഹുസൈൻ ബാഫഖി തങ്ങൾ അവരെ അടുക്കിയിരിക്കുന്നത്. അവർ വലിയ മഹാനാണ്, വലിയ സ്ഥാനത്തെത്തിയ ആൾ. 17 വയസ്സേ ഉള്ളൂ. വളരെ ചെറുപ്പത്തിൽ മരണം. വലിയ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് അഹ്ലു ബൈത്തുമാണ്. അത്ര വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയ മഹാനാണ്. അവിടുത്തെ എന്തൊരു കാര്യം നമ്മൾ പറഞ്ഞാലും റാഹത്തിന് ഒരു സംശയമില്ല. അങ്ങനത്തെ മഹാനാണ് മമ്പാട് നിന്ന് മറവിട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് അവരാ കുടുംബത്തിൽ നിന്ന്, അവരിൽ നിന്നാണ് ഞാൻ സൽമാവിനെ കല്യാണം കഴിച്ചത്. അത് ഷെയ്ഖുനാൻ്റെ ഉപദേശപ്രകാരമാണ് അവിടെ നിന്ന് കല്യാണം കഴിച്ചത്. മടവൂർ CM വലിയുള്ളാൻ്റെ ഉപദേശപ്രകാരം ഇങ്ങനെ മനാമ് കാണിച്ചു തന്നു, അവർക്കും കാണിച്ചു തന്നു. ആ നിലക്കാണ് നമ്മൾ കല്യാണം കഴിച്ചതൊക്കെ. അതാണ് ഇതിൻ്റെ കിടപ്പ്. അതുകൊണ്ട് മഹാനായിരിക്കുന്ന ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിലേക്ക് തന്നെ ഞാൻ പോകുന്നത്. ഷെയ്ഖുനാനെ മുറുകെ പിടിക്കുക. എന്നെല്ലാവരും ഷെയ്ഖുനാനെ മുറുകെ പിടിക്കാൻ നമുക്ക് രക്ഷ കിട്ടുക. നല്ല ഹിദായത്തിൻ്റെ വഴി പെട്ടെന്ന് നമുക്ക് തുറന്നു കിട്ടും. അതിന് ഏറ്റവും നല്ല വഴി ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ളാഹിനെ പിടിക്കലാണ്. അവരെ റൂട്ടിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. അവരെ പേരിൽ യാസീൻ ഓതുക, ദിക്ർ ചൊല്ലുക, സലാത്ത് ചൊല്ലുക ദിക്ർ ചൊല്ലുക,
അങ്ങ് യാസീനോത് ഒക്കെ അവർക്ക് അതിയാ ചെയ്തിട്ട് അവരിലേക്ക് നല്ലോണമായിട്ട് എടുക്കുക, നിസ്കാരം നിലനിർത്തുക. ചിന്തിച്ച് നോക്കി, നിസ്കാരം ഇല്ലാന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മുമ്പ് കാലത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ സി.എം. വലിയുള്ളാഹിനെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഇന്ന് ഖേദിക്കുകയാണ് മടവൂര്. ഇവർ ഇത്ര വലിയ മഹാനാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് കുറേ ആൾക്കാർ മരിച്ചുപോയി. ഇന്നും അയാത്തിലുള്ളവർ 90 വയസ്സ് 90 വയസ്സൊക്കെ ഉള്ളവർ ഇന്ന് മടവൂർ അയാത്തിലുണ്ട്, എനിക്ക് അറിയാം. എന്നും ഇങ്ങനെ അന്ന് എത്ര ശൈഖുനാൻ അത്ര ആ പിരാന്തനാണ്, മറ്റേതാണ് മർശാനാന്നൊക്കെ പറഞ്ഞിട്ട് പലതാണ്. നടക്കുന്ന കാലത്ത് ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയമുണ്ട്, പോയിട്ട് സുജൂദ് ചെയ്യും. സുജൂദ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് മസ്ജിദും പള്ളിയായി മാറി. അതിൽപ്പെട്ട മർക്കസും ഒക്കെ എൻ്റെ അറിവിൽ തന്നെ എനിക്കറിയത്. അങ്ങനെ ചുറ്റി നടന്ന ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സി.എം. വലിയുള്ളാഹി. അന്ന് ചെറിയൊരു ചൂരൽ കയ്യിലുണ്ടായിരുന്നു. അതുമാതിരി കൊടുവള്ളി ഇന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ അന്ന് ബസ് സ്റ്റാൻഡൊന്നുമില്ല ആ സമയത്ത്. അന്നൊക്കെ ഞാൻ കുറേ ചെറുപ്പമുള്ള സമയത്ത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, എൻ്റെ വല്യമ്മുള്ള സമയത്ത് എനിക്ക് അവിടുന്ന് എൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞ്, മോനെ നിങ്ങൾ പോയിട്ട് അവിടെ ഒരു ചൂരൽ കൈ പിടിച്ച് ഇങ്ങനെ ഒരാൾ നിൽക്കണ, അതാണ് മടവൂരത്തെ ഉസ്താദാണ്. അവൽക്കൊക്കെ അങ്ങനെയല്ലേ, മടവൂർ ഉസ്താദാണ്. അവരോട് ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടുന്ന് പള്ളിക്കല മുല്ലബീബി വിളിക്കും നിങ്ങളാന്ന് പറഞ്ഞാൽ മതി. ഞാനന്ന് വളരെ ചെറുതാ. അന്ന് ചെന്നപ്പോൾ അതിങ്ങനെ നിൽക്കുകയാണ് അവിടെ, ഒരു വടിയും കൈ പിടിച്ച് ചൂരനും കൈ പിടിച്ച് ഇങ്ങനെ ശൈഖുന നിൽക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് നിൽക്കുന്ന സമയത്ത് അന്നവിടെ ബസ് സ്റ്റാൻഡൊന്നുമില്ല, അന്ന് കാണുന്ന സ്റ്റാൻഡൊന്നും അവിടെ ഇല്ല. അന്നൊക്കെ അവിടെ തോട്ടങ്ങളാണ്, തെങ്ങും തോട്ടമൊക്കെ, അങ്ങനെയൊക്കെ ചെറിയ വഴികളാണ് കയ്യിൽ അതിലൊക്കെ ഉള്ളത്. ഞാൻ വളരെ ചെറുതാണ്, എനിക്ക് തന്നെ നല്ലോണം അറിയത്. അങ്ങനെ വല്യമ്മ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാൻ ചെന്ന് എന്നോട് ആദ്യം പറഞ്ഞു, വല്യമ്മ പറഞ്ഞു നിങ്ങൾ ആദ്യം ചെന്ന് സലാം പറയാൻ. ഞാൻ ചെന്ന് സലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈ പിടിച്ച്, അപ്പോൾ കൈ പിടിച്ച് നിങ്ങൾ ആരാന്ന് വെച്ചു. ഞാൻ ഇപ്പോൾ ഒരേലുള്ള ഇവിടെ ഉള്ളതെന്ന്, ഈ വീട്ടിൽ പള്ളിക്കൽ എന്നാണ് വീട്ടിലുള്ളതെന്ന് പറഞ്ഞു കൊടുത്ത്. അത്രയ്ക്ക് അറിയാമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളോട് വല്യമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ കൈയും പിടിച്ച് ശൈഖുന നേരെ കൊടുവള്ളി എൻ്റെ വീട്ടിലേക്ക് വന്നു. തറവാട് വീട് ഇന്നുണ്ട് 400 കൊല്ലം പഴക്കമുള്ള വീടാണ് എൻ്റെ തറവാട് വീട്. ഇന്നും അത് നിലനിൽക്കുന്നു കൊടുവള്ളിയിൽ. ആ വീട്ടിൽ വന്നിട്ട് ശൈഖുന ആ റാത്തീവ് നടത്തുന്ന തണവിലൂടെ ഇരുന്നിട്ട് പറയാണ്, ഒരുപാട് മഹാന്മാരായിരിക്കുന്ന സാദാത്യങ്ങളും അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹ്യങ്ങളൊക്കെ ഇറങ്ങിപ്പോയും ഹിദായത്തിൻ്റെ വഴിയിൽ എത്തിയ ഒരു സ്ഥലമാണല്ലോ ഇത് എന്നിങ്ങനെ പറഞ്ഞെന്ന്. ഇന്നും വല്യമ്മനോട് എനിക്കന്ന് ചെറുതായത് കൊണ്ട് അത്ര ഓർമ്മയില്ല, വല്യമ്മ പറയാണ് അവിടെ വന്ന് പറഞ്ഞപ്പോൾ, അന്ന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും കഞ്ഞിയുണ്ട്, കുറച്ച് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാലും കുറച്ച് മതി, കുറഞ്ഞ മഞ്ഞ് മതി എന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ചാണ് ശൈഖുനാ സി.എം. വലിയുള്ളാഹി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതൊക്കെ എൻ്റെ ചെറുപ്പമുള്ള അനുഭവങ്ങളാണ് എനിക്കത്. അത്രയും ഞാൻ ശൈഖുനാൽ എന്നെ ബന്ധം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സി.എം. വലിയുള്ളാഹിൽ നിന്ന് അയാത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു, അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമെന്ന് യാതൊരു സംശയമില്ല. ആ റൂട്ടിലേക്ക് അവർ വരുള്ളൂ, ഒരിക്കലും വഴി തെറ്റിപ്പോയില്ല. ശൈഖുനാനോട് അല്പം എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കണമെങ്കിൽ, ഒന്നെങ്കിൽ ദിക്റോ അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റിന് ഇജാസിത്തായിട്ട് സമ്മതം തന്നിക്കോ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ച തന്നെ ആൾ വിജയിക്കും, ഉറപ്പായി യാതൊരു സംശയമില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഇന്നും ചില മഹാന്മാർ പല സ്ഥലങ്ങളിലുണ്ട്, സി.എം. വലിയുള്ളാഹിൻ്റെ മുരീദന്മാർ. അവർ ഇന്ന് പുറത്തും ഒന്നും അറിയിക്കാതെ അവർ ശൈഖുനെ അറിയും, അവരും അറിയും, അള്ളാഹു അറിയും. ആ റൂട്ടിലാണ് പോകുന്നത്. അതേപോലെ അറിയാനും പോവാനും വിചാരിച്ച ഒരാളാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ അങ്ങനെ ഉസ്താദുമാരൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നല്ലൊരു കാര്യമാണല്ലോ. ഇന്നത്തെ കാലം നമ്മൾ ആഖിർ സമാനിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലം എല്ലാവരും പ്രത്യേകം നിസ്കാരവും നോമ്പും ഇബാദത്തിൽ കൂടുതൽ അടുക്കാനാണ് നോക്കേണ്ടത്. എന്നാൽ തന്നെ നമുക്ക് അള്ളാഹു ഹിദായത്ത് തരും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളുടെ ഷഫാഅത്തും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ഹബീബായ നബി തങ്ങളെ കാണാൻ അള്ളാഹു നമുക്കതിൻ്റെ കണ്ണിന് അള്ളാഹു അതിനുള്ള കണ്ണ് തരട്ടെ. അതിന് വേണ്ട കൽബ് തെളിയണം. കൽബ് തെളിഞ്ഞു കഴിഞ്ഞാൽ കശ്ഫ് കിട്ടും. കശ്ഫ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മഹാന്മാരെയും നമുക്ക് അറിയാൻ കഴിയും. പിന്നീട് അങ്ങനെ ആ റൂട്ടിൽ തന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ലൗൽ മഹ്ഫൂദിലേക്ക് ഇവിടെ നോക്കി ആകാശം കഴിഞ്ഞാൽ അർശിൽ എഴുതി വായിക്കാൻ കഴിയും. ഇവിടുന്ന് മേലോട്ട് നോക്കി അങ്ങനെ ഓതാൻ നമുക്ക് കഴിയും. അവിടെ എഴുതിട്ട ആയത്തുകളൊക്കെ ഇവിടുന്ന് നോക്കി ഇങ്ങനെ ഓതാൻ കഴിയും. ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തണം. എന്നാലേ ആ മനുഷ്യന് ഹിദായത്താവുന്നുള്ളൂ. ആ ഹിദായത്ത് കിട്ടണോ മഹാന്മാരുടെ റൂട്ടിൽ തന്നെ പോകണം. അല്ലാതെ ഇന്ന് ഉള്ള പല സ്ഥലത്ത് നോക്കിയാൽ എൻ്റെ അറിവിൽ ഞാൻ കാണുന്ന ഒരുപാട് ശൈഖന്മാരും കിടക്കുന്നുണ്ട്. കണ്ട ശൈഖന്മാർ മുഴുവൻ എടുത്ത് പോകാൻ പാടില്ല.
പോണ ആരത്ത് പോണേന്ന് കുഴപ്പമില്ല, പക്ഷേ അവരാരാണ്? അവർ ഹക്കായ വഴിയിലാണോ? അവർ മുറബിയ ഷെയ്ഖിൻ്റെ തർബിയത്തിലാണോ? ആ വഴിയിലാണോ അവർ പോകുന്നത്? അവർ മഹാന്മാരാണോ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഞ്ഞാൽ നമ്മളെ വഴി വെച്ചു. ഈ മസ്താന്മാരൊക്കെ ഉണ്ടെന്ന്, ഒരുപാട് മസ്താന്മാർ. ഈ മസ്താന്മാരൊക്കെ പോണ വഴി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് കുറേ കണ്ട മസ്താന്മാരെന്നാണ് നടക്കുന്നത്. ഓരൊക്കെ നിസ്കാരമില്ല, വേറൊന്നുമില്ല, ഒക്കെ മസ്തായി. എന്ത് മസ്ത്! ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ അടുത്ത് ഞാനിപ്പോൾ അടുത്ത് പോയ സമയത്ത് ചങ്ങാനിന്ന് എൻ്റെ ഒപ്പം ഒരുപാട് കൂട്ടരുണ്ടായിരുന്നു. ഞാനറിയുന്നില്ല ഒരു നിസ്കാരമില്ലാത്ത ആളാണ്. അപ്പോൾ ചെന്ന സമയത്ത് അവിടെ അടിച്ചിട്ടതാണ് കൂടുതലും. പെട്ടെന്നാട്ട് കൊറോണൻ്റെ വിഷയം കൊണ്ട് ആരും കയറ്റലില്ല. ഞാൻ ചെന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് വാതിൽ തുറന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് അവിടുന്ന് ഉള്ളിലാണുള്ളത്, വീടിൻ്റെ ഉള്ളിലുണ്ട്. ഈ ചെറിയ പള്ളിയിൽ കുട്ടികളൊക്കെ ഓതാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് വന്നാൽ കിതാബ് ചൊല്ലി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. എന്നെ വല്ല പരിചയമുണ്ട്. ബഹുമാനപ്പെട്ട കണ്ടപ്പോൾ ഒപ്പം തന്നെ സലാം പറഞ്ഞു. ഞാൻ സലാം അടക്കി. എന്താണ് പാപ്പ പോകുന്നതെന്ന് ചോദിച്ചു എന്നോട്. എന്താ വർത്താനൊക്കെ സുഖമല്ലേ, റാഹത്തല്ലേ എന്ന് ചോദിച്ച കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ ആരാണെന്ന് ഞാൻ പറഞ്ഞു. ഇവരൊക്കെ ആലപ്പുഴക്കാരാണ്. ആലപ്പുഴക്കാരാണെന്ന് പറഞ്ഞു. ഇവരെപ്പറ്റി എനിക്കെല്ലാം വന്നപ്പം കണ്ട പരിചയമുള്ളൂ എന്നും പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് അവരെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി. അപ്പം തന്നെ സുലൈമാൻ മുസ്ലിയാർ പറയാ, ഈ കണ്ട ആളാ മുഖത്തൊക്കെ നോക്കിയിട്ട്, അല്ല നിങ്ങളൊക്കെ എന്ത് മസ്താന്മാരാ? നിങ്ങൾ എന്ന് മസ്തായതാ? നിങ്ങൾ ആരാ മസ്താക്കിയത്? നിസ്കരിക്കാത്ത മസ്താന്മാർ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. എന്തുകൊണ്ട്? അവർ ഷറഹ് പറയും. ശരീഅത്തനുസരിച്ച് പഠിച്ചാൽ അതെന്നാ ഉമർ റളിയല്ലാഹുവിനൊക്കെ പഠിപ്പിച്ച ആ ചരിത്രത്തിലേക്ക് കൊണ്ടേ. പിന്നെ അതാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ശരീഅത്തനുസരിച്ച് അവർ പറഞ്ഞു. എന്നിട്ട് ഇന്ന് സുബൈക്ക് ശേഷങ്ങളെന്ന് അവരോട് ചോദിച്ചത്. എന്നിട്ട് അവർക്കൊക്കെ പുതിയ 50ൻ്റെ നോട്ടെടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുത്ത്. എല്ലാവർക്കും പുതിയ കെട്ടെടുത്തിട്ട് നോട്ടിൻ്റെ അടുത്ത് 50ൻ്റെ നോട്ട് എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇവിടെ വന്നതല്ലേ, എന്തെങ്കിലും തരണ്ടായില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് അവിടുന്ന്. അതാ ചെയ്തത്. എന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞു, തങ്ങളെ ഓല് പോയതിൻ്റെ ശേഷം ഇവരൊക്കെ നിസ്കാരമില്ലാത്തവരട്ടോ, ഓലെ ശ്രദ്ധിക്കണേ എന്ന വാക്ക് സ്വകാര്യത്തിൽ എന്നോട് പറയുകയും ചെയ്തു. എന്നതിന് ശേഷം ഓല് പോയതിൻ്റെ ശേഷം ഓല് എനിക്ക് ശത്രുവായിട്ട് വോയിസ് വിടുക ചെയ്തത്. ഇതിലൊക്കെ വിട്ടുക്കുന്നു എന്നെപ്പറ്റി നിസ്കരിക്കാത്ത ആണെന്ന് പറഞ്ഞിട്ട് എന്നെപ്പറ്റി ഞങ്ങളെപ്പറ്റി വളരെ മോശമാക്കി പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിവരെ അങ്ങനെ പരിചയമൊന്നുമില്ല. അവരിങ്ങനെ വന്നപ്പോൾ കണ്ട് അങ്ങനെ പോണവർ എന്നോട് മമ്പർത്തൊക്കെ ഒന്ന് ആക്കി തരുന്നതാണ്. ഇപ്പം ഓലൊക്കെ എല്ലാം കൊണ്ടുമ്പോൾ ഓലക്ക് വേറെ വണ്ടിയുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാനും ഷെരീഫ കവി എന്ന് പറഞ്ഞ ഒരാളുണ്ട് എടപ്പാളിലുള്ള മുപ്പര്, ഞങ്ങൾ രണ്ടാളോട് എൻ്റെ വണ്ടിയിലും പോയി. അങ്ങനെ പോണ സമയത്താണ് അവിടെ കയറിയത്. പക്ഷെ കയറി നല്ല മഹാൻ്റെ അടുത്ത് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, മൂപ്പര് വലിയ മഹാനാണ്, മൂപ്പര് വലിയാണ്, ഒരു സംശയമില്ല, ഇത്രയും വലിയ പണ്ഡിതനാണ് എന്നൊക്കെ ഞാനവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ലാസ്റ്റ്. പക്ഷെ പോയിട്ട് വരുവായി എനിക്ക് പാരായിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ ഉണ്ടായത്. നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഉണ്ടായത് അങ്ങനെ. ഒരു മോശമായിട്ട് വോയിസ് വിട്ട് അവർക്ക് എന്തൊക്കെ പറ്റിയിട്ടാണ് അത് പല ആൾക്കാരും പല ഏതും പറയും. നമ്മൾ നോക്കണം, ഖൽബ് നോക്കണം. ഖൽബ് നമ്മൾ കാണാനുള്ള കഴിവ് നമുക്ക് എത്തണം. നമുക്ക് വിജയമുള്ളൂ. അള്ളാഹു നമുക്കെല്ലാം നമ്മളെല്ലാവരെയും അള്ളാഹു ഹിദായത്താക്കി തരട്ടെ. ഹബീബായ നബി തങ്ങളെ ഷഫാഅത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സീമുലുള്ളാഹിൻ്റെ ഒക്കെ പൊരുത്തമൊക്കെ കിട്ടി നല്ല ഹദബോടുകൂടെ അതൊക്കെ വാങ്ങി ജീവിച്ച് ഹബീബായ നബി തങ്ങളെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തോടെ ഉച്ചരിച്ച് അവസാനം നല്ല റാഹത്തോടു കൂടെ മരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരും എല്ലാ മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇപ്പോൾ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് മറ്റുള്ള വരുന്നതായിരിക്കുന്ന ഇത് പരീക്ഷണങ്ങളും കൊറോണയിലും ഇതിലൊക്കെ പെട്ടെടുക്കണം ജനങ്ങളൊക്കെ. എല്ലാവരും പ്രത്യേകം ഈ കൊറോണ ഇപ്പോൾ വന്നതായിരിക്കുന്ന ഈ രോഗങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം എല്ലാ മുഅ്മിനീങ്ങളിലും അള്ളാഹു നീക്കി നമ്മളെ ഭാര്യ സന്താനങ്ങളെയൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ നബി തങ്ങളെ ലാസ്റ്റ് കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിനല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.